തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കിടപ്പ് രോഗിയായ മകളുടെ കഴുത്തറുത്ത ശേഷം അമ്മ ജീവനൊടുക്കി. അറക്കുന്ന് സ്വദേശി ലീലയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. മകൾ ബിന്ദു ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുമായി ടിൻഡുദാസ് ചേരുകയാണ്. ടിൻഡു, ഈ അമ്മയാണ് മരിച്ചത്. ഇപ്പോൾ മകളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മകളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നെയ്യാറ്റിൻകര വഴുതൂർ റെയിൽവേ പാലത്തിന് സമീപത്തെ കിടപ്പ് രോഗിയായ മകളെ കഴുത്തറുത്ത ശേഷമാണ് അമ്മ കഴിഞ്ഞ ദിവസം മണ്ണെണ്ണ ഒഴിച്ച തീ കൊളുത്തി മരിച്ചത്. മരണപ്പെട്ടത് 75 വയസ്സുള്ള ലീലയാണ്. മകൾ ബിന്ദു 55 വയസ്സ് ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ബിന്ദുവിന്റെ ഭർത്താവ് ബിന്ദുവിന്റെ ഭർത്താവ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ബിന്ദുവിന്റെ സഹോദരൻ ലീലയുടെ മകൻ 6 മാസങ്ങൾക്ക് മുമ്പാണ് മരിച്ചത്. അതിനുശേഷം ഇവർ അമ്മയും മകളും വീട്ടിൽ തനിച്ചായിരുന്നു. ഈ അമ്മയും മകളും മകൾക്ക് ഡയബറ്റീസ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കാരണമാണ് അമ്മയ്ക്ക് മകളെ പരിചരിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടും കൂടി കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മകളെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ മരിക്കാനായിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ബിന്ദു രക്ഷപ്പെട്ടിരിക്കുന്നു. അമ്മ മരണപ്പെട്ടു. 75 വയസ്സായ ലീലയാണ് കഴിഞ്ഞ ദിവസം മണ്ണെണ്ണ കൊളുത്തിയ സംഭവത്തെ തുടർന്ന് മരണപ്പെട്ടത്. സംഭവ സ്ഥലത്ത് പോലീസ് എത്തി പരിശോധനകൾ നടത്തുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ടിൻഡുദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.